ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് തോറ്റു എന്നത് പരിശോധിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പെൻഷൻ മുടങ്ങിയതുൾപ്പെടെ തിരിച്ചടിയായി. തോൽവിയെക്കുറിച്ച് പഠിച്ചു തിരുത്തി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന EMSന്റെ ലോകം ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇനി നമ്മൾ തോറ്റതുമായി ബന്ധപ്പെട്ട കാര്യം പറയും. നല്ലപോലെ തോറ്റു ഇല്ലേ? തോറ്റിട്ട് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, തോറ്റു. അപ്പോൾ ഇനി നമ്മൾ എന്താ വേണ്ടേ? എന്തുകൊണ്ട് തോറ്റു എന്ന കാര്യം നല്ലതുപോലെ കണ്ടുപിടിക്കണം. ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്, ആളുകൾ ഫോൺ ചെയ്ത് പറയുന്നുണ്ട്, കത്തെഴുതിയിട്ടുണ്ട്, ലേഖനങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, ഒക്കെയുണ്ട്. എല്ലാം ഞങ്ങൾ സ്വീകരിക്കുകയാണ്. എല്ലാം സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ഈ തോൽവിക്ക് അടിസ്ഥാനമായ കാര്യങ്ങളൊന്ന് കണ്ടെത്തുക തന്നെ ചെയ്യും. ഒന്ന് കണ്ടെത്തിയാൽ മാത്രം പോരാ, തിരുത്തണം. നമ്മൾ നല്ലതുപോലെ തോറ്റിട്ട് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പകരം എന്തുകൊണ്ട് തോറ്റു എന്നത് കണ്ടുപിടിക്കണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സൂക്ഷ്മമായി പരിശോധിച്ച് തോൽവിക്ക് അടിസ്ഥാനമായ കാര്യം കണ്ടെത്തുക തന്നെ ചെയ്യും. കണ്ടെത്തിയാൽ മാത്രം പോരാ, തിരുത്തണം. കേന്ദ്ര ഗവൺമെന്റ് ഉപരോധം പോലെ കേരളത്തെ കൈകാര്യം ചെയ്യുകയാണ്. തരാനുള്ള പല തുകകളും തന്നിട്ടില്ല. പെൻഷൻ കൊടുത്തു തീർക്കാൻ ആയിട്ടില്ല. കേന്ദ്രം പണം നൽകിയില്ല. ഒടുവിൽ കോടതി കയറിയിട്ടാണ് പണം നൽകിയത്. ദുർബല ജനവിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കാൻ സാധിച്ചില്ല. സംഘടനാപരമായ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടിനെ സ്വാധീനിച്ചിട്ടുണ്ട്. തൃശൂരിൽ BJP ജയിച്ചതിന്റെ ഭാഗമായിട്ടുണ്ടായ 86,000 വോട്ട് എവിടെ നിന്നാണെന്നും MV ഗോവിന്ദൻ ചോദിച്ചു. ഞങ്ങൾക്ക് 3,000 വോട്ട് കൂടിയിട്ടുണ്ട്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായ ദൗർബല്യങ്ങൾ വേറെയുമുണ്ട്. എന്തുകൊണ്ട് UDFന് ആഹ്ലാദ പ്രകടനം നടത്താൻ കഴിഞ്ഞില്ല എന്നതും ചിന്തിക്കണം. വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പെൻഷൻകാർക്കുള്ള ഗഡു കൊടുത്തിട്ടില്ല പൂർണ്ണമായിട്ട്. അംഗൻവാടി ആശ മേഖലയിലുള്ള ആളുകൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ദുർബല ജനവിഭാഗം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ലഭിക്കേണ്ടുന്ന കൈത്തറി തൊഴിലാളി, കശുവണ്ടി തൊഴിലാളി, അതുപോലെ തന്നെ നെയ്ത്ത് തൊഴിലാളി, അതുപോലെയുള്ള വിവിധ മേഖലയിലുള്ള തൊഴിലാളികൾക്ക് കൃത്യമായിട്ട് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ ഈ സാമ്പത്തിക പരാധീനതയുടെ ഭാഗമായി കൊടുത്തു തീർക്കാനായിട്ടില്ല. അപ്പോൾ അവരെല്ലാം സംതൃപ്തമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതെല്ലാം വോട്ടിനെ സ്വാധീനിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതൊന്നും കാണാതിരുന്നിട്ട് കാര്യം, ഇതെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്. തുറന്ന മനസ്സോടെ, തുറന്ന കണ്ണോടെ കാണുകയാണ്. ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിന് ഇന്നത്തെ പരിസ്ഥിതിയിൽ സാധിക്കാത്ത സാഹചര്യമുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാര്യമെന്ന രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചാലും ഞാനീ പറയുന്ന ലഭിക്കേണ്ടവർക്ക് ലഭിക്കാത്ത കാര്യമുണ്ട്, പ്രശ്നമുണ്ട്. അതിൽ ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ല. ഇതെല്ലാം മാറണം, മുൻഗണന നിശ്ചയിക്കണം. ഇതിനാണ് ആദ്യം കൊടുത്തു തീർക്കേണ്ടത് എന്ന് കാണണം. ഫലപ്രദമായ രീതിയിൽ ഇടപെടൽ നടത്താൻ നമുക്കാവണം. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം സജീവപ്പെടുത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് എന്തു വേണം എന്നാലോചിക്കണം. ഇതെല്ലാം ഞങ്ങൾ ഗൗരവപൂർവ്വം ആലോചിക്കും എന്നാണ് ഞാൻ തോൽവിയെപ്പറ്റി പറയുമ്പോൾ സ്വയം വിമർശനപരമായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെ തോൽവിയെ സംബന്ധിച്ചുള്ള കാര്യം ഞങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച് തിരുത്തി മുമ്പോട്ടേക്ക് പോകും. ഇതിൻ്റെ ഒപ്പം തന്നെ സംഘടനാപരമായ പ്രശ്നമുണ്ട്. രണ്ടാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രവണതകളുണ്ട്. ആ പ്രവണത ഈ മുതലാളിത്ത സമൂഹത്തിൽ അരിച്ചരിച്ച് നമ്മുടെ പാർട്ടി കേഡർമാരിലും നമ്മളിലെല്ലാം തന്നെ ഉണ്ടാവും. അതെല്ലാം പൂർണ്ണമായിട്ട് തൂത്തെറിഞ്ഞുകൊണ്ട് മാത്രമേ ശുദ്ധമായൊരു പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കാനാവുള്ളൂ. നല്ല തിരുത്തലുകൾ വേണം, സംഘടനാരംഗത്ത് വേണം. രാഷ്ട്രീയ പ്രത്യശാസ്ത്ര ഉള്ളടക്കം അതും വളരെ പ്രധാനമാണ്. ഈ രാഷ്ട്രീയവും പ്രത്യശാസ്ത്രവും ഉൾപ്പെടെയുള്ള ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കില്ല. അതിൻ്റെ ചോർച്ചയുണ്ട്. BJPയുടെ വളർച്ച സൂചിപ്പിക്കുന്നതാണ്. മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേരളത്തിൽ മതനിരപേക്ഷതയെ തകർക്കുന്ന ഫാസിസ്റ്റ് ശക്തികൾക്ക് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഇരട്ടിയോളം ശക്തിപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അപകടകരമായ കാര്യമാണ്.
സെമിനാറിൽ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി മുഖ്യാതിഥിയായി. KEN കുഞ്ഞഹമ്മദ് EMS സ്മാരക പ്രഭാഷണം നടത്തി. തുടർന്ന് പുതുലോക ക്രമവും ശീതയുദ്ധവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, സാമ്പത്തിക വിദഗ്ധൻ പ്രൊഫസർ പ്രഭാത് പട്നായിക്, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ സെക്രട്ടറി N സുകന്യ എന്നിവർ സംസാരിച്ചു. വൈകിട്ട് 6-ന് EK അയമൂവിന്റെ ജീവിതം പ്രമേയമായ സിനിമ ചോപ്പ് പ്രദർശിപ്പിച്ചു. CCN പെരിന്തൽമണ്ണ.